സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണം കിഷ്കിന്ധകാണ്ഡത്തിലെ സമ്പാദ്യവാക്യം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം ജഗകുലന്നയരത്നദീപം അജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ആപദാമപകർത്താരം ദാതാരം സർവസംപദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിവാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാഷ്ട്രസന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ കൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹന്ധരാൽ ഗൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃദ്രപ്രവരനും പൃഥ്വിതര പ്രവരോത്തും ഗതൂഹനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃദ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കൂ ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലൻ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃദ്രവാക്യം കേട്ടു മർക്കടവുകമോ പരിത്രസ്തരായ അന്യന്യമാശു ചൊല്ലിയിടിനാൻ. അദ്രീന്ദ്രതുല്യനായ ഒരു ഗൃദ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നത് എത്രയും പാവികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന് പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതോ രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹന അനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാ വാക്കുകൾ ചൊന്നതാരിന്ന് ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യ വിങ്ങുവരുവിൻ ഭയപ്പെടാകേതുമേ. ഉംബർഗോൻ പൗത്രനോ മൻപോടതു കേട്ട്
സമ്പാദി തന്നെ മുമ്പിൽ അമ്മാറു ചെന്ന് അംബോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസിനായി പൊക്കിതു കാനനം താതാജ്ഞയാപുര കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടത് കേട്ട് തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ ആ ദക്ഷണാചാരനോടു ജടായുവാം പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൂരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ. അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായിക എന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനോ രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായൂജ്യം ലഭിച്ചതു ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനോ അർക്കടജനോട് അഗ്നിസാക്ഷികമം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാസു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കവിവരന്മാര് ഓരോ ദിശി. ദക്ഷിണ ദിക്കനെ പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ. പാതാളമുൾപ്പൊക്ക് വാസരം പോയതോ ഏതോ മറിഞ്ഞീല ഞങ്ങൾ. അതുകൊണ്ട് ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകെട്ടി ബലം. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവിനിക്ക് ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായ ഉദകക്രിയയ്ക്ക് എന്നെ എടുത്തു ജലാന്തിക കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിൻ ഉദക കർമാദികൾ, നിങ്ങൾക്ക് വാക്സകായം ചെയ്യുവിനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദുതീരത്ത് വെച്ചിടിനാൻ ആദരൽ. തൽസലിയിലെ കുളി ചഞ്ചലയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം. സ്വസ്ഥാനദേശത്തിരുത്തിനാർ പിന്നയും ഉത്തമന്മാരായ വാനര സഞ്ചയം. സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നോടെ വൃത്താന്തമാസു പറഞ്ഞു തുടങ്ങിനൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി. തത്ര മഹാശോകഗാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരെ ഒരു 100 യോജനയുണ്ടത്, നേരെ നമുക്ക് കാണാം ഗൃദ്രമാകയൽ. സാമർത്ഥ്യമാർക്കത് ലംഘിപ്പതിൻ അവൻ ഭൂമിതനോജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കേണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കൊണ്ടനാൽ ഏവമതിന്നോ വഴിയെന്നു നിർണയം. രത്നാകരം സദയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്ക് വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ അക്കരച്ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്നൊരുമിച്ച്
തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ. സമ്പാദിതന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ഗർഭിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിൽ അതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്ഥരായി വന്നു ദിനകരരശ്മിയാൽ തൽക്ഷണേ തീയും വിടച്ചു ധനുജന് പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്രശിരസി വീണിടിനേനന്തനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൂരു നേരത്ത് കാണായത് ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസേനായി വിളന്നങ്ങനെ ചെന്നേ നിശാകര താപസൻ തന്നോട് പുണ്യാശ്രമത്തിന് പൂർണ്ണഭാഗ്യോദയം കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നത്, എന്തുമൂലം ഇതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ എന്നത് കേട്ടു ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനാൻ. പിന്നെയും ഊപ്പിത്തൊഴുതു ചോദിച്ചത് സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനത്തെ ധരിക്കേണ്ടും ഉപായമെന്നേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നത് കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യമോ നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ. ദേഹം നിമിത്തമേ ദുഃഖമറിയുക നീ, ദേഹമൂർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളൂരഹം ബുദ്ധി കൈകൊണ്ട് മോഹാദഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോര വിദ്യാസമുദ്ഭവ വസ്തുവായൊന്നുള്ള അഹങ്കാരമോർക്ക നീ. ശിച്ചായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപ്പിണ്ടവത്സധ. തേന ദേഹത്തിനു താൻ ആത്മയോഗേന താനൂരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവഥാ ജീവനും. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്ന് ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശുകീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യഭാവാത്മകേ സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം, സ്വർഗം ഗമിക്കെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധൗ. ഉത്തമാംഗം കൊള്ള വീഴമതൂ ഭുവി. പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്ന് പതിച്ച് നീഹാര സമേതനായി ഭൂമൗ പതിച്ച് ശാല്യാദികളായി ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ഫല എന്നതിലൊന്നോ രേതസാ ചമഞ്ഞത് ചെന്ന് സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവിഷ്ടിതവുമം. ഏകദിനേന കലർന്നു കലലമാ ഏകീഭവിച്ചാൽ അതിഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം. പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസവേശിത്വം ഭവിക്കും. അതിന്നത് മാസാർദ്രകാലേന പിന്നെയും മെല്ലവേ പേശീരുതിര പരിപ്ലുതമായി വരും. ആശുതസ്യാം അങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും.
അങ്കുലിജാലവും 4 മാസത്തിനൽ. ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും. 5 മാസം കൊണ്ട് ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്ഥനാഭിവായുക്കളും 7 മാസവും ഭവിക്കും പുനരുടൻ. ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഠരസ്ഥലന്ധരേ. 9 മാസേ വളരും ദിനം പ്രതികമ്പമോ കരചരണാദികൾക്കും വരും. 5 മാസ ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രോൽപരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്തൻ നരസത്തിനൽ. വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർ മൃത്യുവരാ നില കർമ്മബലത്തിനൽ. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ച് ദുഃഖിച്ചു ജാടരവന്യ പ്രതപ്തനായ തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യുവനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹവും. പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധമോ എത്ര 100,000 കൂടി കഴിഞ്ഞത്. നിത്യം കുടുംബാഭരണീകസക്തനായി വിത്തമന്യായമായി ആർജിച്ചതൻഹം. വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടേല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചില്ലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നു ഭാഗ്യസ്ഥലേ കൽപ്പോടിനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജക്കയില്ല എന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധോ ഭൂതലേ ചിത്തതാവേന പിറക്കും വിധിവശാൽ. സൂര്യവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഡന്വിതം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസകെ. നിന്നാൽ അനുഭൂതമായുള്ളതും എന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു പ്രതാപലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖവും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മകാദയൽപരം മേലെ ഇരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരമോ നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകളാത്മകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമർത്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായ. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലൻ ഷണ്ഡനായുള്ള ദശാസനാം രാവണൻ. പുണ്ഡരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നുതൻ ആപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവൻ. മർക്കടരാധനിയോഗൻ കവികുലം ദക്ഷിണവാരിധി തീരദേശേവരും. തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തൂമൊരു നിമിത്തേന നിസംശയം.
എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നങ്കി വാഴുന്ന ദേശം ദയാവസം. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളാൽ ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നത് കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലൊന്നമേ. ശ്രീരാമ ദേവകഥാമൃത മഹാത്മാരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലോ. നല്ലത് മേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണ കത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാരാനിതേ കടക്കുന്നിതേ വരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരു ആകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നോ പറന്നു മറഞ്ഞത് അത്യുന്നതനായ സമ്പാദി വിഹായസ. വാനരന്മാർ സീതയെ അന്വേഷിച്ച് നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ആ സമുദ്രം എങ്ങനെയാണ് ചാടിക്കടക്കുക, നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് അവിടെ പ്രായോപദേശം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്താണ് അവര് അന്യോന്യം പറയുന്ന കൂട്ടത്തിൽ ജടാവിന്റെ കഥ പറഞ്ഞത് കേട്ടപ്പോഴാണ് അവിടെ വെച്ചിട്ട് ജടായുവിന്റെ ചേട്ടനായ സമ്പാദി അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തര ഗൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വർദ്ധനായോരോ ഗൃദ്രപ്രവരനും. ആ പക്ഷിശ്രേഷ്ഠൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കാണുന്നത് വാനരന്മാരതാ നിരന്ന് കിടക്കുന്നു. സമ്പാദി വിചാരിച്ചു, ചിറകില്ലാത്ത എനിക്ക് ദൈവം വളരെയധികം ഭക്ഷണം തന്നിരിക്കുന്നു. ആരൊക്കെയാണോ മരിക്കുന്നത്, മരിക്കുന്ന ആളെ ഓരോന്നായിട്ട് എനിക്ക് തിന്ന് ഭക്ഷിക്കാമല്ലോ. മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ട് ഭക്ഷിക്കാമനുദിനം എന്നൊക്കെ ആ സമ്പാദി പറഞ്ഞപ്പോൾ അത് കേട്ട് വാനരന്മാർ പറഞ്ഞു, പർവ്വതുല്യനായ ഒരു പക്ഷിശ്രേഷ്ഠനെ നമ്മളെ കൊത്തി വിഴുങ്ങാൻ വേണ്ടി വരുന്നു. നമ്മളതിൽ നമ്മളെ കാര്യം സാധിക്കാൻ നമ്മൾ മരിക്കുകയല്ലേ ചെയ്യുക. നമ്മളെ കൊണ്ട് കാര്യവും സാധ്യമായില്ലല്ലോ. നമ്മുടെ കർമ്മദോഷം ആരോടാണ് പറയേണ്ടത്? ശ്രീരാമന്റെ കാര്യം നമുക്ക് സാധിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇവനാൽ മരിക്കുകയാണ് നമ്മുടെ യോഗം. എന്താണ് ചെയ്യേണ്ടത്? ആ ജടായുവിന്റെ ആ ഭാഗ്യം നമ്മൾ ആലോചിച്ച് നോക്കണം. ആ ജടായുവിന്റെ പുണ്യം നമുക്ക് മറ്റാർക്കെങ്കിലും കിട്ടുമോ? ശ്രീരാമന്റെ കൈകൊണ്ടല്ലേ ജടായുവിന് മോക്ഷം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്പാദി ചോദിച്ചു, കർണപീയൂഷ സമാനമാം വാക്കുകൾ ചെന്നതാരെന്ന് ജടായു. നിങ്ങൾ ജടായു എന്ന് പറഞ്ഞത് നിങ്ങൾ ആരാണ്? എന്താ പറയുന്നത്? ഇങ്ങോട്ട് വരൂ, ഭയപ്പെടേണ്ടതില്ല. ഇത് പറഞ്ഞപ്പോൾ ഹനുമാൻ സമ്പാഴ മുന്നിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങള് ദശരാജാവായ ശ്രീരാമൻ ലക്ഷ്മണ സഹോദരനും സീതയുമൊക്കെ ആയിട്ട് കാട്ടിൽ വന്നപ്പോൾ സമയത്ത് സീതയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയി. സീത അന്വേഷിച്ചിട്ട് വാനരന്മാർ വരുന്ന കൂട്ടത്തിൽ നമ്മൾ തെക്ക് ഭാഗത്തെ വന്നതിൽ നമ്മൾ തെക്കൻ ദിക്കിലേക്ക് നടന്നു വന്നവരാണ്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് അങ്ങേ കണ്ടിരിക്കുകയാണ്. നമ്മൾ അന്വേഷിച്ച് വന്നിട്ട് ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. 30 നാളിനകത്ത് ചെന്നിടായിൽ അപ്പോൾ അവനെ വധിക്കും കവിവരൻ സുഗ്രീവൻ. നമ്മുടെ പാതാളത്തിൽ പോയി കഴിഞ്ഞു കൂടിയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല, ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല. അതിനാൽ ദർഭ വിരച്ച് മരിച്ച് കിടപ്പതിന് ഇപ്പോഴിതാ ഭാഗത്തിന് അങ്ങേ കണ്ടു കിട്ടിയല്ലോ. താങ്കൾക്ക് വല്ലതും സീതകാര്യം അറിയെങ്കിൽ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്പാദി പറഞ്ഞു, എത്രയോ നാൾ കൂടിയിട്ടാണ് എൻ്റെ സഹോദരനായ ജടായുവിന്റെ വാർത്ത ഞാൻ കേൾക്കുന്നത്. ഏതായാലും മരിച്ച സഹോദരന് ഉദയക്രിയ ചെയ്യാൻ വേണ്ടി എന്നെ ഞങ്ങൾ എടുത്ത് നദിക്കരയിലേക്ക് കൊണ്ടുപോയിട്ട്
ആ ഉദകക്രിയകൾ ചെയ്യിപ്പിക്കണം, നിങ്ങൾക്ക് വാക്കുകൊണ്ട് ഞാൻ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വാനന്മാർ അവർ സമ്പാദി എടുത്തിട്ട് നദീതീരത്ത് കൊണ്ടുപോയിട്ട് ജടാവിനെ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. ആ സമയത്ത് സമ്പാദി സ്വസ്ഥനായ സമ്പാദി ജാനകിയെ തന്നോടെ വൃത്താന്തമാസു പറഞ്ഞു തുടങ്ങിനാൻ. പറഞ്ഞു, ആ വലിയ ത്രികൂടപർവ്വതത്തിന്റെ മുകളിൽ അവിടെ ലങ്കാപുരിയുണ്ട്. അതിൻ്റെ അവിടെ സമുദ്രത്തിന്റെ മധ്യത്തിലാണ്, അവിടെ അശോകവനികയിൽ രാഷ്ട്രീയമാരുടെ മധ്യത്തിലാണ് സീതാദേവി ഇരിക്കുന്നത്. ഇവിടുന്നിട്ട് 100 യോജന ദൂരമുണ്ട്. പക്ഷി ശ്രേഷ്ഠനായതുകൊണ്ട് എനിക്ക് അത് ഇപ്പോൾ വ്യക്തമായി കാണാൻ വേണ്ടി പറ്റും. ആരാണോ ഈ സമുദ്രം കടന്നു പോകുന്നത്, സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിനവൻ ഭൂമി ധനുജയെ കണ്ടുവരും ധ്രുവം. ഈ സമുദ്രം ചാടിക്കടന്ന് ആരാണോ പോകുന്ന അവന് സീതയെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഏതായാലും എൻ്റെ സഹോദരനെ കൊന്ന ആ ദുഷ്ടനെ കൊല്ലുക തന്നെ വേണം. നിങ്ങൾ ഏതായാലും പ്രയത്നിച്ചിട്ട് സമുദ്രം ചാടിക്കടന്നിട്ട് പോകാൻ വേണ്ടി തയ്യാറാകണം. ഇപ്പോൾ വാനരന്മാർ അനുശേഷം തീരുമാനിച്ചു, ഈ സമുദ്രം ചാടിക്കടന്നിട്ട് സീതയെ കണ്ടിട്ട് ആരാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടെങ്കിയിരുന്നു. ആ സമയത്ത് സമ്പാദി തൻ്റെ പൂർവ്വചരിത്രം പറയാൻ വേണ്ടി തുടങ്ങി. ഞാനും അനുജനായ ജടായുവും ഒരിക്കൽ വേഗങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ആകാശത്തിൽ വളരെ ഉന്നതിയിൽ പറക്കുകയുണ്ടായി. വിലവേഗങ്ങൾ പരീക്ഷിച്ചപ്പോൾ തന്നെ വേഗം പറന്നത് മേൽപ്പോടെ ഞങ്ങളും എന്ന് പറയുന്നു. സൂര്യമണ്ഡലത്തിനകത്തോളം നമ്മൾ പറന്നു പോയപ്പോൾ സൂര്യന്റെ രശ്മി ഏറ്റിട്ട് അനുജന്റെ ചിറകിന് തീ പിടിച്ചു. തൽക്ഷണേ തീയം പിടിച്ചത് അനുജന് പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ മുകളിലേക്ക് കൂടി പറന്നു. എന്തിനു പറയുന്നു, ചിറക് കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ വീണു. എന്നാൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും ചിറകമായിട്ട് തന്റെ അനുജനും നിലത്ത് വീണു. പക്ഷികൾക്ക് പ്രധാനപ്പെട്ടത് ചിറകാണല്ലോ. ചിറകില്ലെങ്കിൽ പക്ഷിയെ കൊണ്ട് അല്ലെ, പക്ഷിക്ക് എന്താണ് ആവുക? പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം. അവിടെ മോഹാലസ്യപ്പെട്ട് 3 ദിവസം ഞാൻ അവിടെ വീണ് കിടന്നു. പിന്നെ ഉണർന്നു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ചിറക് കത്തിക്കാനും ചിറകൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ എന്താ വേണ്ടത്, എവിടെയൊക്കെ പോകാൻ വേണ്ടി പറ്റുക എന്നറിയാതെ, ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാകാതെ വളരെ ഭാരവസ്ഥയോടെ ഇങ്ങനെ കഴിഞ്ഞു വരുന്ന സമയത്താണ് അവിടെ നിശാകര താമസൻ തന്നോട് പുണ്യാശ്രമത്തിന് അവിടെ ചെന്ന് ചേർന്നു. മഹർഷിയുടെ ആശ്രമത്തിൽ പോയപ്പോൾ മഹർഷി ചോദിച്ചു, കണ്ടു മഹാമിനെ ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടുള്ള ഒരു അറിവ് നിമിത്തമായി അല്ലയോ സമ്പാദി പക്ഷിയല്ല താൻ, എന്താ ഇങ്ങനെ ചിറക് കഴിഞ്ഞ് വൈരൂപ്യം വന്നേരം കാരണം, നിനക്ക് എന്താണ് ഈ ചിറക് കഴിയാതെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ കഥകളൊക്കെ ഞാൻ നിശാകരനായ മുനിയോട് പറഞ്ഞു. എന്നത് കേട്ട് ഞാൻ എന്നോട് വൃത്താന്തം ഒന്നും ഒഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചതു, സന്നമായി വന്നു ചിറകും ദയാനിധി. ചിറകിങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ഭക്ഷണമൊക്കെ എന്ത് വേണം? ആ സമയത്ത് മഹർഷി പറഞ്ഞു, നീ ഭയപ്പെടുന്നു വേണ്ട, സത്യമായ കാര്യം ഞാൻ പറയാം. ഈ ദേഹം കൊണ്ടല്ലേ ഈ ദുഃഖം തോന്നുന്നത്. ഈ ദേഹം എന്ന് പറഞ്ഞാൽ കർമ്മസംഭവമായിട്ടുള്ളതാണ്. നമ്മൾ ഈ ദേഹം കൊണ്ടാണ് അഹങ്കരിച്ചിട്ട് നമ്മൾ പലതും ചെയ്യുന്നത്. എല്ലാവരും ഈ ദേഹത്തിൽ ഭ്രമിച്ചിട്ട് അഹങ്കരിച്ചിട്ടാണ് കഴിഞ്ഞു വരുന്നത്. എന്നിട്ട് പറയുന്നു, നമ്മൾ ഈ ദേഹമായി നിൽക്കുന്ന നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ മരണമാണ് സംഭവിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് എത്രയും പുണ്യങ്ങൾ ചെയ്തു, വളരെയധികം ഞാൻ ധനം സമ്പാദിച്ചു, അങ്ങനെ സുഖമായിട്ട് കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം, സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ നമുക്ക് മരണം സംഭവിക്കും. മൃത്യു വെച്ച് സുഖിച്ചു വാഴും വിധോ ഉത്തമാകം കൊള്ള വീഴും അതോ വിവി. അല്ലെ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവസാനം പുണ്യം ഒടുങ്ങിയാൽ ചന്ദ്രമണ്ഡലത്തിലേക്കാണ് നമ്മുടെ ആത്മാവിരിക. പുണ്യം ഒടുങ്ങിയാൽ ഇന്ദ്രധന മണ്ഡലം ചെന്ന് പതിച്ച് ചന്ദ്രമണ്ഡലത്തിലും ചന്ദ്രമണ്ഡലത്തിന് താഴേക്ക് മഞ്ഞു തുള്ളിയുടെ കൂടെ താഴേക്ക് പതിച്ചിട്ട് ഭൂമിയിൽ നമ്മൾക്ക് എന്താണ് ചെടികളായിട്ട് മുളക്കും. പിന്നെ ആ ചെടികൾ അത് ഭക്ഷണമായിട്ട് പുരുഷന്മാർ അത് ഭക്ഷിക്കും. പുരുഷൻ ഭുജിക്കുന്ന ഭക്ഷണങ്ങൾ 4 വിധമായി മാറും. അതിലൊന്നാണ് രേതസ്സായിട്ട് വരുന്നത്. ആ രേതസ്സാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത്. ആ രേതസ് ഗർഭപാത്രത്തിൽ പ്രവേശിച്ചാൽ അവിടുത്തെ യോനി രക്തത്തോട് ചേർന്നിട്ട് അത് താനെ ജരായു പരിവേഷ്ടിതവുമാം. ഒറ്റ രാത്രി കൊണ്ട് ആ യോനി രക്തത്തിൽ ആ രേതസ് കലർന്നിട്ട് അത് മെല്ലെ ഏകദിനേന കലർന്ന കലലമാം ഏകീഭവിച്ചാൽ അത് പിന്നെ മെല്ലവേ 5 രാത്രി കൊണ്ട് അതൊരു കുമിളിയുടെ രൂപം കൈകൊള്ളും. പിന്നെ 5 ദിവസം കൊണ്ട് മാംസവും പേശിയൊക്കെ വന്നു ചേരും. പിന്നെ
പകുതി മാസമാകുമ്പോഴേക്കും അതിന് BC രുദ്ര പരിപ്ലുതമായി വരും. പിന്നെ ഒരു പഞ്ചവിംശതി, ഒരു 25 ദിവസം കൊണ്ട് അതിന്, പിന്നെ 3 മാസം കൊണ്ട് അംഗങ്ങൾ തോറും സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. 4-ാം മാസത്തിൽ അങ്കുലിജാലങ്ങൾ, വിരലുകൾ രൂപപ്പെടാൻ തുടങ്ങും. പല്ലുകള്, നഖപങ്ക്തിയും ഗുഹ്യവും. എന്നിട്ട് പറയുന്നു 5-ാം മാസത്തിലാണ് നാസിക കർണനേത്രങ്ങളും. പഞ്ചമാസം കൊണ്ട് 6-ാം മാസത്തില് എന്തിനു പറയുന്നു, ആ ദേഹികൾക്ക് കർണിയോച്ചിത്രം ചെവി കേൾക്കാൻ വേണ്ടി തുടങ്ങും. ഗർഭശിശുവിന് ചെവി കേൾക്കാൻ വേണ്ടി തുടങ്ങും. 7ാം മാസി ഭവിക്കുമ്പനുടൻ ഗുപ്തമായ ശിരകേശ രോമങ്ങൾ. 7-ാമത്തെ മാസമാകുമ്പോൾ തലമുടിയും മറ്റും വന്നു ചേരും. എന്തിനു പറയുന്നു, 9-ാം മാസമാകുമ്പോൾ ഗർഭത്തുള്ള ഈ ശിശുവിന്റെ കൈകാലുകൾ ചലിക്കാൻ വേണ്ടി തുടങ്ങും. 9-ാം മാസയെ വളരും. ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5-ാമത്തെ മാസത്തിൽ തന്നെ ആ ഗർഭശിശുവിന് ചൈതന്യം വന്നു ചേരും. ഈ ഗർഭശിശു എങ്ങനെയായി ഗർഭവാസത്തിൽ നിലനിൽക്കുന്നതാണെങ്കിൽ നാഭ്യസൂത്രോൽപര്യന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്തനരസത്തിനാൽ വർദ്ധതി ഗർഭകമായ പിണ്ഡം. അമ്മ കഴിക്കുന്ന ഭക്ഷണം അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെ ഈ ഗർഭശിശുവിന്റെ എത്തിച്ചേർന്നിട്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രസമാണ്. നാഭ്യസൂത്രോൽപര്യന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്തനരസത്തിനാൽ ഈ ഗർഭശിശു വളർന്നു വരും. അങ്ങനെ കഴിഞ്ഞ ജന്മത്തില് ആ പുണ്യകർമ്മം കൊണ്ട് ഗർഭപാത്രത്തിൽ വെച്ചിട്ട് ആ ശിശു മരിക്കാതിരിക്കും. ഈ ഗർഭപാത്രത്തിൽ കഴിയുന്ന സമയത്താകട്ടെ ആ ഗർഭസ്ഥ ശിശു തന്റെ കഴിഞ്ഞുപോയ പല ജന്മങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടൊക്കെ ദുഃഖിക്കും. അത്രേ ഗർഭപാത്രത്തിൽ കിടന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ എത്രയോ ജന്മങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല ജന്മങ്ങളും കിടത്തിട്ട് പല കർമ്മങ്ങളും ഞാൻ ചെയ്തിരുന്നു. ബന്ധുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സുഖമായിട്ട് കഴിഞ്ഞു. കുടുംബം പോറ്റാൻ വേണ്ടി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ എത്രയോ ജന്മങ്ങൾ എനിക്കുണ്ടായി. അന്നൊന്നും ഞാൻ ഭഗവാനായ വിഷ്ണുവിനെ സ്മരിച്ചിട്ടില്ല. കൃഷ്ണ എന്ന് ഭക്തിപൂർവ്വം ജപിച്ചിട്ടില്ല. അതൊന്നും ചെയ്യാത്തതിന്റെ ഫലമായിട്ടില്ലേ എനിക്ക് ഈ ഗർഭവാസത്തിൽ കഴിയേണ്ടി വന്നിരിക്കുന്നത്. ഈ ഗർഭവാസത്തിന് എനിക്ക് എപ്പോഴാണ് പുറത്തു കിടക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗർഭസ്ഥ ശിശു വളരെയധികം ദുഃഖിച്ചിരിക്കും. അത്രേ ഗർഭവാസത്തിൽ വെച്ചിട്ട് ഓരോ ഗർഭശിശുവും പ്രതിജ്ഞ ചെയ്യും, ഇനി ഞാൻ ഈ ഗർഭവാസത്തിന് പുറത്തു വന്നാൽ, എനിക്ക് ജീവൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യില്ല, സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ, നാരായണസ്വാമി അല്ലാതെ മറ്റൊരാളെ ഞാൻ പൂജിക്കില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഗർഭസ്ഥ ശിശു ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ 10 മാസമാകുമ്പോൾ സൂതിവാദം എന്ന കാറ്റിന്റെ ഫലമായിട്ട് യോനിയന്ത്രേണ തലകീഴായിട്ട് ഗർഭവാസം കുട്ടി ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ ഭൂമിയിൽ വീണ് കഴിഞ്ഞാലോ പിന്നെ ചെറിയ കുട്ടിയായിരുന്നു ആ ചെറിയ ശിശുവിന്റെ വിഷമങ്ങളൊന്നും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവമോർത്തോളം അതും ഏതും പോരാസകി, ഇതൊന്നും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. യൗവന ദുഃഖങ്ങൾ, വാർദ്ധക്യ ദുഃഖം, ഇതൊക്കെ ഞാനെന്താ വിസ്തരിച്ച് പറയുന്നത്. ഇങ്ങനെ ഉള്ള ഗർഭശിശുവിന്റെ കാര്യങ്ങളെ പറ്റി അവിടെ സമ്പാദി പറഞ്ഞു കൊടുത്തു. ഏതായാലും ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പിന്നെ സമ്പാദി ഒന്നും കൂടി അന്ന് സമ്പാദിയോടെന്ന് പറയുണ്ടായത്രേ, മറ്റൊരു ഉപദേശവും പറയാന്നവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകല. ത്രേതായുഗത്തില് സാക്ഷാൽ മഹാവിഷ്ണു ഇവിടെ ശ്രീരാമനായിട്ട് അവതരിച്ചിട്ട് ഇവിടെ വരും. രാവണനെ വധിക്കാൻ വേണ്ടി വരും. ദണ്ഡകാരണത്തിൽ വരുന്ന സമയത്ത് രാവണൻ സീത അപഹരിച്ചുകൊണ്ട് പോകും. സീത അന്വേഷിച്ചിട്ട് വരും. വാനരന്മാർ നിന്റെ അടുത്തേക്ക് അന്വേഷിച്ചിട്ട് വരും. അവരോട് നീ സീതാദേവി ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്താൽ നിനക്ക് ചിറകുകളൊക്കെ വന്നു ചേരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ആ മഹർഷി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. തത്ര സമാഗമം നിന്നോട് വാനർക്ക് എത്തുമൊരു നിമിത്തേന സംശയം, എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തെന്നങ്കി വാടുന്ന ദേശം ദയാവശാൽ, അപ്പോൾ നിനക്ക് പുതിയ ചിറകുകൾ വന്നു ചേരുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ബോധിപ്പിച്ചിരുന്നു ആ നിശാകരനായ മുനി. നോക്കുക, ഇപ്പൊ എനക്ക് പുതിയ ചിറകുകൾ വന്നു ചേർന്നിരിക്കുന്നു. വളരെ വിചിത്രം തന്നെ. ഏതായാലും ശ്രീരാമന്റെ മഹാത്മ്യം പറഞ്ഞാൽ വർണ്ണിച്ചാൽ തീരുകയില്ല. അല്ലയോ വാനന്മാരെ, നിങ്ങൾക്ക് മേൽമേൽ നല്ലത് മേന്മേൽ വരയണമേ. നിങ്ങൾ അന്വേഷിച്ചു പോയിട്ട് സീതാദേവിയെ കണ്ടെത്താൻ നിങ്ങൾ സാധിക്കണമേ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, വളരെയധികം പ്രയത്നം ചെയ്തിട്ട് ഈ സമുദ്രം ചാടി കടക്കാൻ വേണ്ടി തയ്യാറാവണം. ശ്രീരാമന്റെ നാമം ജപിക്കുന്നവർക്ക് തന്നെ ജീവിതമാകുന്ന സമുദ്രത്തിന്റെ മറുകര കയറാൻ പറ്റുമെങ്കിൽ
ശ്രീരാമന്റെ ഭാര്യ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ സമുദ്രം കടക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അതിനാൽ നിങ്ങൾ സമുദ്രം ചാടിക്കണം, സീതയെ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സമ്പാദി എന്ന പക്ഷി വളരെ പെട്ടെന്ന് അവിടെ നിന്നും ആകാശത്തിന്റെ ഉന്നതിയിലേക്ക് പറന്നു പോവുകയുണ്ടായി.